പിന്നെ ഒരു എന്തൊരു മിസ്സിംഗ് പോലെ തോന്നിയെങ്കിലും പെർഫോമൻസ് വേറെ ലെവൽ, ഒരു രക്ഷയില്ല. അടിപൊളി വിഷ്വൽസ്, പടം കണ്ടിരുന്നു പോകും. പിന്നെ നമ്മൾ ഈ എന്താ പറയുക, തിയേറ്ററിൽ ഒരുപാട് പ്രതീക്ഷിച്ചവരുണ്ട, പക്ഷെ കാണാൻ നല്ല സാധനമാണ്, അടിപൊളി സാധനം. പ്രതീക്ഷിച്ചാലും അപ്പുറം കിടിലം പടം, ഒരു രക്ഷയില്ല. 3D തന്നെ കാണണം, വിഷ്വൽ എഫക്റ്റ് ഒക്കെ കിടിലം. ടൊവിനോ അഭിനയിച്ച് തകർത്തു. ടൊവിനോ ഒരു എന്ന് വെച്ചാൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത കുറേ സ്റ്റോറീസും നമ്മൾ പണ്ട് കേട്ടുപോയ കുറേ വർക്കൗട്ട് 30 കോടി പടം ചിലവാക്കി എടുത്തിട്ട് അതിൻ്റെ എന്തെങ്കിലും സിനിമയിൽ കാണാൻ കിടിലം പടം ബ്രോ, മേക്കിംഗ് മസ്റ്റ് വാച്ചാണ് ആണല്ലേ. കണ്ടിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് മൂവിയുടെ ഇറങ്ങിയില്ലേ? തീയതി ഭയങ്കര സൂപ്പറായിരുന്നു. അത് ഏറ്റവും നല്ല ബെസ്റ്റ് മൂവിയാണ്. കുട്ടികൾക്കും ഫാമിലിക്ക് ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ ഇഷ്ടപ്പെടും. നല്ല മേക്കിംഗ് ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ ടോവിനോയ്ക്ക് ഇത്രയും കഴിവുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷേ ലാലേട്ടൻ ഞാൻ കളരിയിലെ ഉസ്താദ് എന്ന് പറയുന്നത്, പക്ഷേ കളരിയൊക്കെ അടിപൊളിയായിട്ട് ടോവിനോയ്ക്ക് വഴങ്ങുന്നുണ്ട്. ഇത് പൃഥ്വിരാജിൻ്റെ ഫൈറ്റ് ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്, പക്ഷേ പൃഥ്വിരാജിനെ കാട്ടി പെർഫെക്റ്റായിട്ട് കളരിയൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ തിയേറ്റർ നല്ല നിറഞ്ഞു നിൽക്കുകയാണ്. നല്ല പടമാണ്. ഇതിൻ്റെ ഏറ്റവും എടുത്ത് പറയേണ്ടത് ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്ങും എഡിറ്റിങ്ങുമാണ്. രണ്ടും അടിപൊളിയായിട്ടുണ്ട്. പിന്നെ തുടങ്ങുന്നൊരു മൊമെൻറ്റ് തൊട്ട് തീരുന്നൊരു മൊമെൻറ്റ് വരെയും നമുക്ക് നല്ല എൻഗേജിംഗ് ആയിട്ട് കണ്ടിരിക്കാം. ബോറോ ലാഗോ ഒന്നുമില്ല. പടത്തിൻ്റെ ടൈറ്റിലൊക്കെ എഴുതി കാണിക്കുക തന്നെ ഒരു വ്യത്യസ്തതയുണ്ട്. നമ്മൾ ഇതുവരെ കണ്ടതിൽ നിന്നും ഒരു വ്യത്യസ്തത. ഇംഗ്ലീഷ് മൂവിയുടെ ജേർണലിലിരുന്ന് കാണാൻ സാധിക്കും. ചില മൊമെൻറ്റ്സിൽ നമുക്കതും ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു എന്താ പറയുക, ഒരു വെസ്റ്റേൺ മൂവീസ് അല്ലെങ്കിൽ മലയാളമല്ലാത്തൊരു തെലുങ്ക് കന്നഡ മൂവീസൊക്കെ കാണുന്ന ഒരു സുഖം ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ കൃതി ഷെട്ടി കുറച്ച് മൊമെൻറ്റ്സ് ആണല്ലോ കൊള്ളാം. തനിയൊരു നാടൻ മലയാളി പെൺകുട്ടിയെ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്കൊരു അന്യഭാഷാ നടിയാണ് ഇത് ചെയ്യുന്നതെന്ന് തോന്നത്തില്ല. ഒരു മലയാളി പെൺകുട്ടി അഭിനയിക്കുന്നത് സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു. സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ട്രെയിലറിൽ കണ്ട പോലെ പല കാലഘട്ടത്തിലൂടെ സിനിമയുടെ കഥ കടന്നു പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കേന്ദ്ര കഥാപാത്രമായ ടൊവിനോ 3 കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. സിനിമ തുടങ്ങുന്നത് ഈ 3 കഥാപാത്രങ്ങൾ എന്താണെന്ന് നമ്മളെ പ്രേക്ഷകനെ ധരിപ്പിക്കുന്നതിലൂടെ ടോട്ടൽ അടിപൊളിയായിരുന്നു. അടിപൊളി, ഒരു രക്ഷയില്ല. ഭയങ്കര നിറഞ്ഞ കൈയടിയായിരുന്നു. ഡയറക്ടറിന് ഒരു എന്തായാലും ഒരു കൈയടി കൊടുക്കണം. നൈസ് ബ്രോ. 3D ഒക്കെ വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല ഏരിയസിലാണ്, സൂപ്പറായിട്ട് കാണാം. വേറെ സിനിമ സൂപ്പർ, സ്റ്റോവിനോ നല്ല അഭിനയിച്ചിട്ടുണ്ട്. കഥയാണെങ്കിലും ഓക്കെയാണ്, സൂപ്പർ, ലാഗില്ലാതെ ഫുള്ളായിട്ട് കാണാം. നൈസാണ്, സൂപ്പർ. ചേട്ടാ കുഴപ്പമില്ല, ഒരു ഫോക്ലോർ നമ്മൾ കേൾക്കൂല, അതേപോലത്തെ ഒരു പടമാണ് ഇത്. ഒരു ഫാൻറ്റസി അഡ്വഞ്ചർ ആ രീതിക്കോളം പടം എടുത്ത് വെച്ചു. അത് നൈസായിട്ട് ചെയ്തായിരുന്നു. അതിലേക്ക് ഒരു ഗ്രേ ഷെയ്ഡ് സിനിമ കൊള്ളാം ബ്രോ, സൂപ്പറായിരുന്നു. 3D ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, 3Dയിലും കാണാം. അതിൽ കുറച്ച് തുടക്കത്തിൽ അവസാനം കുറച്ച് സീക്വൻസ് ഉണ്ട്, അതൊക്കെ 3D കാണാം. സിനിമയുടെ മേക്കിംഗ് കൊള്ളാം. പുള്ളിയുടെ ആദ്യത്തെ പടമാണെങ്കിലും കൊള്ളാം, നല്ലൊരു സെറ്റ്. മ്യൂസിക് അതിനൊത്ത ഇത് തന്നെയാണ്, എല്ലാം സെറ്റ്. ഐശ്വര്യയുടെ ഒരു പെർഫോമൻസ് ഒന്നും പറയാനില്ല. എല്ലാവരും ഇത് തിയേറ്ററിൽ തന്നെ വന്ന് കാണണമെന്ന്. താങ്ക് യു. നല്ലൊരു മൂവി, എന്തായാലും വന്ന് തിയേറ്ററിൽ നിന്ന് കാണാം. തിയേറ്ററിൽ കാണേണ്ട പടം, വിഷ്വൽ ട്രീറ്റ് ആണ്. 3Dയിൽ വന്ന് കാണാം. 3Dയുടെ എഫക്റ്റ് നന്നായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഒരിക്കലും മിസ്സാക്കരുത്. ടോവിനോ പൂണ്ട് വിളയാടിയൊക്കെയാണ്, ഒരു രക്ഷയില്ല. എന്നാ ലുക്ക് എന്ന് പറഞ്ഞാൽ ചില മൾട്ടിപ്പിൾ നോട്ട്സ് ഞാൻ പറയുന്നില്ല, അതിലുള്ള വരുന്ന ലുക്ക് ഭയങ്കര രസമാണ്. ബോഡിയും അതിൻ്റെ മൂവ്മെൻറ്റ്സും കളരിയുടെ ഫൈറ്റ് നല്ല സിനിമയായിരുന്നു. നമ്മുടെ ട്രെയിലർ കണ്ട പോലെ തന്നെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ത്രൂ ഔട്ട് മൂവിയിലും ഉണ്ടായിരുന്നു. കുറേ ബാറ്റിൽ സീൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ടൊവിനോ തോമസിൻ്റെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഇതുപോലെ തോന്നി. നല്ലതായിരുന്നു. VFX ഒക്കെ നല്ല അടിപൊളി. അങ്ങനെ ഒന്നുമില്ല. ഫാൻറ്റസി മൂവിയാണ്. ഫാൻറ്റസി വിത്ത് റിയൽ ലൈഫായിട്ടുള്ള ഒരു ജോയിൻ ചെയ്തിട്ടുള്ള മൂവിയാണ് ചെയ്തിരിക്കുന്നത്. നന്നായിട്ട് വന്നിട്ടുണ്ട്. തീർച്ചയായും ഓണത്തിന് ഒരു വിന്നറാവാനുള്ള സാധ്യതയുള്ള പടം തന്നെയാണ്. ഗംഭീരമായിരിക്കും. 3D നല്ല എഫക്റ്റ് ആയിട്ടുണ്ട്. പടം നല്ല രസമാണ്. ഒരു നാടോടി കഥ കണ്ട പോലെ ഇരിക്കും. നല്ല വിഷ്വലി നല്ല ട്രീറ്റാണ്. പ്രത്യേകിച്ച് 3D നല്ല ക്വാളിറ്റി ആയിട്ട് തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞാൽ മലയാള സിനിമയിൽ നല്ല എഫേർട്ട് അവർ ഇട്ടിട്ടുണ്ട്. അതായത് വെള്ളത്തിൻ്റെ അടുത്ത് നമുക്ക് ഒരു ഡെപ്ത് മാത്രമല്ല, 3D ഒബ്ജക്ട്സ് അടുത്ത് വരുന്ന സീക്വൻസ് ഒക്കെ നല്ല രസമായിട്ടുണ്ട്. പിന്നെ ടെക്നിക്കലി മാത്രമല്ല, കഥാപരമായിട്ടും സിനിമ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. നല്ല ഹൈ ക്വാളിറ്റിയിലാണ് പ്രൊഡക്ഷൻ വാല്യൂയിൽ അവർ എടുത്തിട്ടുണ്ട്. BGM സൂപ്പറാണ്. പിന്നെ പെർഫോമൻസ് ടോവിനോ 100% എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ആക്ഷൻ ബ്ലോക്സൊക്കെ പുള്ളിയുടെ ഫിസിക്ക് തന്നെ ഈ കറക്റ്റ് കഥാപാത്രങ്ങൾക്ക് യോജിച്ചതാണ്. ലീഡ് പോലെ അങ്ങനെയൊന്നുമില്ല. ഫസ്റ്റ് ഇതോടെ തീർന്നത് അത് നന്നായിട്ട് എനിക്ക് തോന്നി. ഒരു ക്ലീശേ തോന്നിയില്ല. നല്ല സ്റ്റോറിയാണ്, അത് അടിപൊളിയായിരുന്നു. വിഷ്വൽ ട്രീറ്റാണ് ആക്ച്വലി. ഒരു 30 കോടി ബഡ്ജറ്റ് പറഞ്ഞതിൻ്റെ അല്ല, ഒരു 10-60 കോടിയുണ്ട്. സിനിമ എങ്ങനെയുണ്ട്? വളരെ നല്ലതാണ്.